ദുരൂഹതകളുടെയും ദുരന്തങ്ങളുടെയും പിന്നാമ്പറങ്ങൾ തേടുന്ന സീക്രട്ട് ഫയലിലേക്ക് സ്വാഗതം. കുടുംബ അംഗങ്ങൾ തമ്മിൽ ഊഷ്മളമായ ബന്ധം നിലനിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു പണ്ട്. നമുക്ക് വീട്ടിലുണ്ടാവുന്ന ചെറിയൊരു പ്രശ്നം പോലും അവർ പരസ്പരം സംസാരിച്ച് പ്രശ്ന പരിഹാരമുണ്ടാക്കും. അത്രയേറെ പവിത്രതയോടുകൂടിയാണ് പലരും അന്ന് ബന്ധങ്ങളെ നോക്കിക്കണ്ടത്. പക്ഷേ ഇന്ന് കാലം മാറി, കഥ മാറി. ബന്ധങ്ങൾ ഇന്ന് കെട്ടുകഥകളായി അവശേഷിക്കുന്നു. അത്തരത്തിൽ കുത്തഴിഞ്ഞു പോയ ഒരു ബന്ധത്തിൻ്റെ പിന്നിലെ യാഥാർത്ഥ്യങ്ങൾ തേടിയാണ് ഞങ്ങൾ ഇന്ന് യാത്രയാകുന്നത്. ഒരു ഗ്രഹനാഥൻ്റെ മരണത്തിൽ വരെ ഈ സംഭവം കൊണ്ടുചെന്നെത്തിച്ചു. പാറശാലയ്ക്കടുത്തുള്ള ആറയൂർ എന്നുള്ള സ്ഥലത്ത് ഗ്രഹനാഥൻ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടു. ആ സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യങ്ങളാണ് ഞങ്ങൾക്കൊരു സീക്രട്ട് ഫയലിലൂടെ പുറത്തു കൊണ്ടുവരുന്നത്. ഞങ്ങൾ യാത്രയാവുകയാണ് ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ തേടി. ഒറ്റ ഓട്ടമായിരുന്നു, നിർത്താതെയുള്ള ഒരു ഓട്ടം. വഴികൾ പലത് താണ്ടി ആളുകൾ സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞു. എല്ലാ കാലുകൾക്കും ഒരേ വേഗമായിരുന്നു. ഒരേ ഒരു ലക്ഷ്യസ്ഥാനമാണ് അവർക്കുള്ളത്. അറയൂർ മഹാദേവ ക്ഷേത്ര നടയിലേക്ക് ജനം പാഞ്ഞു ചെന്നു. എല്ലാ നാവിൻ തുമ്പിലും ആ പേര് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. സോമനാശാരി മരിച്ചു, അല്ലെങ്കിൽ ആരോ കൊന്നിട്ടിരിക്കുന്നു. പിന്നെ ഒരു വെപ്രാളമായിരുന്നു ആളുകൾക്ക്. അവർ ആ കാഴ്ചയിലേക്ക് ഇമവെട്ടാതെ നോക്കി നിന്നു. ക്ഷേത്രത്തിലെ കാണിക്ക വഞ്ചിയോട് ചേർന്ന് സോമനാശാൻ മരിച്ചു കിടക്കുന്നു. വൃത്തിയായി വേഷം ധരിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത് ചില പൊതികളും കാണുന്നു. ആ പൊതികളിൽ ഒന്നിൽ വിഷമായിരുന്നു. അപ്പോൾ പിന്നെ സോമനാശാൻ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു. സോമനെ പറ്റിയുള്ള കാഴ്ചപ്പാട് ആ നാട്ടിൽ അങ്ങനെയായിരുന്നില്ല. ഒരിക്കലും ആത്മഹത്യയെപ്പറ്റി ചിന്തിക്കാത്ത ആളാണ്. എല്ലാവരോടും അടുത്ത് ഇടപഴകുന്ന പ്രകൃതം. പ്രത്യേകിച്ച് സാമ്പത്തിക ബാധ്യതകൾ ഒന്നും തന്നെയില്ല. കുടുംബത്ത് എടുത്തു പറയത്തക്ക പ്രശ്നങ്ങളുമില്ല. പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു? കൂടെ നിന്ന കാഴ്ചക്കാരുടെ പിന്നീടുള്ള ചോദ്യം ഇതായിരുന്നു. സോമനാശാന്റെ ഭാര്യയും അതുറച്ച് വിശ്വസിക്കുന്നു. സോമനാശാൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. ഇവരാരോ വെച്ച് എന്തോ ചെയ്തു കൊന്നു. അല്ല, ചേട്ടൻ മരിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഞങ്ങൾ 3 പേരേ ഉള്ളൂ. വിഷം കഴിക്കൂല, കഴിക്കേണ്ട ഒരാവശ്യമില്ല. നമ്മളിതുപോലെ സന്തോഷമായിട്ട് ജീവിക്കുന്നിടത്തോടെ എന്തിനു വിഷം കഴിക്കും? നമ്മൾ 3 പേരേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നത്തിനും ഒരു കാര്യവുമില്ല. എന്തൊരു കാര്യമുള്ളത്? ഈ ഒരു വ്യാധം അല്ലാതെ മറ്റൊരു കാര്യമില്ല. ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കരുത്. ഇത് മാത്രം. അത് അവർക്ക് തന്നെ അറിയാം. ചെയ്തവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. നമുക്കൊന്നും അറിയാൻ പാടില്ല. രാത്രി 8 മണിയോടെയാണ് സോമൻ വീട്ടിൽ നിന്നും പോയത്. മകളോടും ഭാര്യയോടുമെല്ലാം സ്നേഹത്തോടെ തന്നെയാണ് പെരുമാറിയത്. സംസാരത്തിൽ ഒരപായ സൂചന പോലും മണത്തില്ല. മകളോട് അന്ന് രാത്രി സുഖവിവരങ്ങളെല്ലാം ആരായുകയും ചെയ്തു. എനിക്കറിയില്ല എന്ത് പറ്റി. എൻ്റെ അച്ഛൻ എന്തായാലും അങ്ങനെ ചെയ്യില്ല എന്ന് മാത്രം എനിക്കറിയാം. അന്ന് ഞാൻ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു. എനിക്ക് ഒട്ടും സുഖമില്ലാതെ അമ്മയുടെ അനിയത്തിയുടെ വീട്ടിലായിരുന്നു. പിറ്റേ ദിവസം വരാം, വിളിക്ക്, സുഖമില്ലെങ്കിൽ വിളിക്ക്, ഞാൻ പിറ്റേ ദിവസം വന്ന് വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് പോയ അച്ഛനാണ്. പിറ്റേ ദിവസം പറയുന്നു അതുപോലെ മരിച്ചു എന്ന് മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ. ഞാനിവിടെ വന്നതിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ആരും ഒന്നും പറഞ്ഞില്ല. കസേര കൊണ്ട് ഇട്ടപ്പോഴാണ് അച്ഛന് വയ്യ, ഹോസ്പിറ്റലാണെന്ന് മാത്രമേ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞുള്ളൂ. പിന്നെ കസേര കൊണ്ട് വന്നപ്പോഴാണ് ഞാൻ മരിച്ചു എന്നുള്ള ഒരു ഇതിലെത്തിയത്. അതുവരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഹോസ്പിറ്റലിലാണ്, പ്രഷർ കൂടി, ഷുഗർ കൂടി, ഇങ്ങനെ ഒരു സംസാരമായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങി. അങ്ങനെ ഞാൻ അറിഞ്ഞത്. നേരം പുലർന്നു. സോമനാശാൻ തൊട്ടടുത്ത ക്ഷേത്രത്തിലെ വഴിവക്കത്ത് മരിച്ചു കിടക്കുന്ന വിവരമാണ് പിന്നീട് ഈ വീട്ടുകാർ അറിയുന്നത്. ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു ദുരന്ത വാർത്ത.
ഏക മകളെയും ഭാര്യയെയും തനിച്ചാക്കി അയാൾ യാത്രയായി, ഒരുപാട് ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട്. ഒരു കാര്യമില്ല, ഒരു വിഷയമല്ല. ഞങ്ങളെന്ന് വെച്ചാൽ എന്ത് സന്തോഷത്തെന്ന് വെച്ചാൽ നമ്മളെ സന്തോഷം നിങ്ങളെങ്ങനെയാണ് ജീവിച്ചതെന്ന് നമുക്കറിയില്ല. നമ്മൾ 3 പേരും എന്ന് വെച്ചാൽ അങ്ങനെയാണ് ജീവിക്കുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നമ്മൾ കാറുണ്ട്, നമ്മളങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ നമ്മളേതായ കാര്യങ്ങൾക്ക് നമ്മൾ പോകും, നമ്മളേതായ രീതിയിൽ നമ്മൾ ജീവിക്കും. നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ അതാണ് ഒരു ജീവിതം. അത്രയ്ക്ക് സന്തോഷിച്ചാൽ ഞങ്ങൾ ജീവിച്ചു. ഞങ്ങൾ 3 പേരും. അത് ഞങ്ങൾക്കറിയില്ല അമ്പലത്തിൻ്റെ അവിടെ എങ്ങനെയാണ് ചേട്ടൻ പോകേണ്ട കാര്യമില്ല. വീട്ടിലെ താക്കോലും ചേട്ടൻ്റെ കയ്യിലുണ്ട്. എന്തിനാണ് അമ്പലത്തിൻ്റെ അവിടെ പോയത്? ചേട്ടന് ഇവിടെ വീട് സ്ഥലമില്ല, അല്ലാതെ 6 വീടുണ്ട്, അല്ല 2 വണ്ടിയുണ്ട്. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചല്ലേ ചെയ്യുള്ളൂ. അങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല, അങ്ങനെ ചെയ്യൂല. നിങ്ങൾ ഈ നാട്ടിൽ ആരോട് വേണോ ചോദിച്ചു നോക്കുക, അങ്ങനെ ചെയ്യൂല. അങ്ങനെ ഒരു മനുഷ്യനാണ്. അങ്ങനെ ഒരു മനുഷ്യനെന്ന് വെച്ചാൽ അങ്ങനെയാണ് അയാൾ. സോമനാശാൻ മരണപ്പെട്ടെങ്കിൽ അതിനൊരു കാരണമുണ്ട്. ആ കാരണം ഈ 2 വീടുകളിലും ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു വീട്ടിൽ താമസിക്കുന്നത് സോമനാശാന്റെ ഭാര്യയും മകളും, മറ്റേ വീട്ടിൽ ആശാന്റെ സഹോദരങ്ങളും. സോമന്റെ മരണത്തിലെ കാരണക്കാരെ ഇനി ഇവർ പറയട്ടെ. മരിക്കാനുള്ള കാരണം അവനും അവൻ്റെ മകളും അവൻ്റെ ഭാര്യയും മകളും തന്നെ, അതിൽ മാറ്റമൊന്നുമില്ല. പിന്നെ ഈ പിള്ളേരെ ചുറ്റിപ്പറ്റിയുള്ള കേസുകൾ നടക്കണം. അപ്പം അത് പോലീസുകാർക്ക് മാത്രം അറിയാം. മരിക്കാനുള്ള കാരണം മനം നിന്ന് മരിച്ചത്, അവൻ മരിച്ചു തന്നെ ഇവള് മനപ്പുറം കൊല്ലിപ്പിച്ചു തന്നെ. അവരെ സഹോദരങ്ങൾക്ക്, ചേട്ടൻ്റെ സഹോദരങ്ങൾക്ക് പങ്കുണ്ട്. ചേട്ടൻ്റെ സഹോദരങ്ങൾ തന്നെയാണ് ഇത് ചെയ്യിച്ചത്. ഗുണ്ടകളെ കൊണ്ട് വെച്ച് തന്നെയാണ് ചെയ്തത്. മെനങ്ങാന്ന് പത്രത്തിൽ വീണ്ടും വന്നേണ്ടോ? നിങ്ങൾ വാർത്ത വായിച്ചോ? നിങ്ങളൊക്കെ തന്നെ ആയിരിക്കല്ലേ ഇട്ടിട്ടുള്ളത്. സോമനാശാരിയുടെ മരണത്തിന് പിന്നാലെ 2 വാദമുഖങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. സോമനാശാരിയുടെ മരണത്തിന് കാരണം സഹോദരങ്ങളാണെന്ന് ഭാര്യയും, അതല്ല ഭാര്യ കാരണമാണ് ഇയാൾ മരണപ്പെട്ടതെന്ന് സഹോദരനും ആരോപിക്കുന്നു. കാണാം ഈ 2 വാദമുഖങ്ങളുടെയും യഥാർത്ഥ ചിത്രങ്ങൾ. തങ്കപ്പനാശാരി മാധവി ദമ്പതികൾക്ക് 4 ആൺമക്കളാണുള്ളത്. രാമകൃഷ്ണൻ, ഗോപാലൻ, സോമൻ, പിന്നെ രാധാകൃഷ്ണനും. ഇതിൽ സോമനാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത്. സഹോദരങ്ങളും മറ്റ് 3 പേരും പരസ്പരം സഹകരിച്ചു ജീവിച്ചപ്പോൾ സോമൻ എന്ന 3ാമൻ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു. അവളെ കൊണ്ടുവന്ന് പിന്നെ നമ്മളെ അവിടെ വിടുകയും എൻ്റെ കൂടി വർത്തമാനം പറയാ, എന്നെ അന്വേഷിക്കുകയൊന്നും ചെയ്യും. വർത്തമാനം പറയലും എൻ്റെ മുമ്പ് വരികയുമില്ല. അങ്ങ് ഇതിലെവിടെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് ഞാൻ പോണത് കാണും. ഒന്നും മിണ്ടും. അവനെ കണ്ട് ആഗ്രഹം തീരണം, ഇങ്ങനെ പോകണമെന്ന് കാണും. എൻ്റെ കൂടെ മിണ്ടിയില്ല, വരികയില്ല, പറയുകയില്ല. അവിടെ ഞാനും പോകില്ല. സോമന്റെ വിവാഹത്തോടെയാണ് കുടുംബങ്ങൾ തമ്മിൽ അകരുന്നത്. അതുവരെ ഏതു വെളിപ്പുറത്തും സോമനുണ്ടായിരുന്നു. സുധ സോമന്റെ ജീവിതത്തിലേക്ക് വന്ന നാൾ മുതൽ സഹോദരങ്ങൾ തമ്മിൽ ചേർച്ചയില്ലാതെയായി എന്ന് ഇവർ പറയുന്നു. വിവാഹം കഴിഞ്ഞ് വന്ന് ഒരു 3 മാസമായപ്പോഴും ഇവിടെ ഇങ്ങനെ പിണക്കമായി. അതായത് അപ്പോഴേ നമ്മളിവിടെ ചെറിയ പിണക്കമായി. ഇപ്പം ഇവരിവിടുന്ന് നേരെ ആ വസ്തുവിൽ ഒരു ചെറിയൊരു വീടുണ്ട്, കുടിൽ പോലെ. അവിടെ ഇവർ താമസത്തിന് പോയി, 2 പേരും. മക്കളൊന്നും ആയില്ല, താമസത്തിന് പോയി. ഇപ്പം അമ്മയ്ക്ക് ഇവിടെ ഒരു വിഷമം. മകൻ ഇങ്ങനെ പോയല്ലോ, നമ്മളപ്പം പിള്ളേരെ കെട്ടിയിട്ട് ഇല്ല, കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇവളിങ്ങനെ ആയിപ്പോയല്ലോ, ഇവ ഇങ്ങനെ ആയല്ലോ എന്നുള്ള രീതി അമ്മ വിഷമിച്ചിരുന്നു. ഈ സ്ത്രീ വന്നതിന് ശേഷമാണ് ഇവരുടെ സഹോദരന്മാർ കല്യാണം കഴിഞ്ഞത്, ഇവർ അനിയത്തിയെ കെട്ടിച്ചു വിട്ടത്, ഇതെല്ലാം ചെയ്ത് ഒരു ഈർക്കിൽ പോലും ഞങ്ങൾ എടുക്കാൻ പോയിട്ടില്ല. പിന്നെ ഇവരാണ് പ്രശ്നക്കാർ, സ്ത്രീ
അതിന് ഞാൻ വേണമെങ്കിൽ പറയാം, അവരുടെ ആൽബം ഉണ്ടെങ്കിൽ, കല്യാണ ആൽബം ഉണ്ടെങ്കിൽ നോക്കി ആ സ്ത്രീ എങ്ങനെയുള്ളതെന്ന് അറിയാൻ പറ്റും. അത് എൻ്റെ ഒരു ഇതുപോലെ ഞാൻ പറയാണ്. കല്യാണ ഫോട്ടോ, ഇപ്പം ആ കല്യാണ ഫോട്ടോ ആൽബത്തിൽ നോക്കിയാൽ ഈ സ്ത്രീ എങ്ങനെയുള്ളതെന്ന് അറിയാൻ പറ്റും. അത് അവരാണ് കെട്ടിയത്, നമ്മളല്ല. ഞങ്ങളെ കാണണ്ടെന്ന് വിചാരിച്ചേക്കും, ഞങ്ങളെ കാണാനുള്ള ഇതായിരിക്കും. ഇല്ല ഇല്ല, നമ്മളങ്ങോട്ടേക്ക് പോകാത്തതുമില്ല, അവിടെ ആരാണ് വന്നതെന്നൊന്നും അറിയാത്തതുമില്ല. സോമനാണ് ചെമ്മൻവിള കുടുംബത്തെ രക്ഷപ്പെടുത്തിയത്. ചേട്ടനെയും അനിയനെയും ഒക്കെ അയാൾ രക്ഷപ്പെടുത്തി. ഗൾഫിൽ പോയി കാശുണ്ടാക്കി ഈ വലിയ വീട് വച്ചു. നാട്ടിൽ ഏക്കർ കണക്കിന് വസ്തുക്കൾ വാങ്ങിക്കൂട്ടി. ഇതെല്ലാം സോമനെന്ന കഠിനാധ്വാനിയുടെ ഒറ്റമിടുക്കാണെന്ന് ഭാര്യ എപ്പോഴും പറയും. പിന്നെ എല്ലാവരും അവർ ഒരു ഘട്ടമായിട്ട് ചേട്ടൻ മാത്രം ഒറ്റയായി. പിന്നെ ഞാനും എനിക്ക് ഒറ്റയ്ക്കാക്കിയ കാരണം ചേട്ടനാണ് ഇവരെല്ലാവരെയും ഗൾഫിൽ കൊണ്ടുപോയതും നന്നാക്കിയതും. അവരൊരുപാട് പാവപ്പെട്ടൊക്കെ കിടന്ന് ജീവിച്ചവർ തന്നെയാണ്. അതിലൊന്നും ഞാൻ ഒന്നും മറ്റൊന്നും പറയണല്ല. അവരെ ആ കഷ്ടപ്പെട്ട് ജീവിച്ച് ചേട്ടൻ തന്നെ ഗൾഫിൽ പോയതും അവരെല്ലാവരെയും കൊണ്ടുപോയതും ചേട്ടൻ തന്നെയാണ്. എല്ലാവരെയും രക്ഷപ്പെടുത്തിയത്. ഇപ്പം അങ്ങനെ വന്നപ്പോൾ അവർക്ക് വൈരാഗ്യം കൂടുതലായി. പുള്ളിക്കാരൻ തന്നെയാണ് ഈ കുടുംബത്തെ മൊത്തത്തിൽ രക്ഷപ്പെടുത്തിയത്. ആ സോമൻ എന്ന് പറയുന്ന ആ ജ്യേഷ്ഠനെ, മൂത്ത ജ്യേഷ്ഠനെ ഗൾഫിൽ കൊണ്ടുപോയി, അനിയന്മാരെ കൊണ്ടുപോയി, പിന്നെ അനിയൻ്റെ ജ്യേഷ്ഠൻ്റെ മക്കളെ കൊണ്ടുപോയി. അവരെ എല്ലാ പേരെയും രക്ഷപ്പെടുത്തിയത് ഈ സോമൻ എന്ന് പറയുന്ന ഒറ്റ ആൾ തന്നെയാണ്. ഒറ്റ ആൾ തന്നെയാണ്. സോമൻ രക്ഷപ്പെട്ടു, ഇവരെ കുടുംബത്തെ രക്ഷപ്പെടുത്തി. പക്ഷേ പിന്നെ ഇവർ തമ്മിൽ സോമൻ അവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസ ഉപയോഗിച്ച് ജ്യേഷ്ഠനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. വസ്തുവകകളും കാര്യങ്ങളും. അതായത് ജ്യേഷ്ഠൻ അനിയൻ വസ്തു വാങ്ങുമ്പോൾ അതിൽ കൂടെ ഒരു ഷെയർ ജ്യേഷ്ഠൻ കൂടെ വാങ്ങും. ആരെ പൈസ എന്നറിയില്ല, അവരുണ്ടാക്കി അധ്വാനിച്ച പൈസ. പക്ഷേ വാങ്ങുന്നത് ആ രണ്ടുപേരും ഒരേ ഷെയറിലാണ് വാങ്ങുന്നത്. ഒരേ പേര് പറഞ്ഞ് രണ്ടുപേരെ പേരിൽ വാങ്ങിയിട്ട് ഒരു വസ്തുവിനെ ഇതായിരിക്കും. അവസാനം ഈ വസ്തു തമ്മിൽ ഭാഗം വയ്ക്കുമ്പോഴാണ് ആദ്യം ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. പരസ്പരം പോരാടി ചാകാനൊരുങ്ങുന്ന രണ്ടയൽവാസികൾ. സോമനും സഹോദരങ്ങളും പടപ്പുറപ്പാടുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. നേർക്കുനേരെ കണ്ടാൽ ഇവർ പരസ്പരം പോരാടും. സോമനെ കൊല്ലാൻ സഹോദരങ്ങൾ ഈ ഗുണ്ടയ്ക്ക് കൊട്ടേഷൻ കൊടുത്തു എന്ന് സുധ വിശ്വസിക്കുന്നു. അതിന് ഒരു കാരണവുമുണ്ട്. ഭർത്താവിനെ സാബു എന്ന ഗുണ്ട മർദ്ദിച്ചവശനാക്കുന്നതിന് ഇവർ സാക്ഷിയാണ്. കൈയും കാലുമൊക്കെ തല്ലി ഓടിച്ച് അതൊരു തുടക്കമായിരുന്നു. ഇതുകൊണ്ടൊന്നും ആയില്ലെന്നാണ് പറയുന്നത്. ഇതുകൊണ്ടൊന്നും ആയില്ലെന്നാണ് പറയണത്. ഇനി നിനക്ക് വച്ചിട്ടുണ്ടെന്നാണ് പറയണത്. ഇനി എന്തോന്ന് എനിക്ക് വെച്ചിട്ടുള്ളത്? ഞങ്ങൾ രണ്ടെണ്ണത്തിനെ കൊല്ലുമ്പോൾ അവർക്ക് സമാധാനമാവുമെങ്കിൽ അത് ചെയ്തോട്ട്. എൻ്റെ അച്ഛനടിച്ചു, 65-75 വയസ്സായ അച്ഛനെ അടിച്ചു, എൻ്റെ സഹോദരനെ അടിച്ചു. സത്യം, വീട് കയറി വന്നതുകൊണ്ട് ജനൽക്കത് അടച്ചു പൊട്ടിച്ചിരിക്കുക. ജനൽക്കത് അടച്ചു പൊട്ടിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ ഞാൻ ഈ ഒരു കൊച്ചുണ്ട്. നിങ്ങളെപ്പോലെ ഒരു മോനുകൂടിയാണ് എനിക്കുണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും കഥ? അന്ന് അവിടെ അടിച്ചെടുത്ത് ഒരു ഉടു തുണി പോലും ഇല്ലാതെ വലിച്ചെടുത്തിട്ടിരുന്നു. ആരെ അടിച്ചത് അവന്മാർ? പറയണ എല്ലാം കള്ളമല്ല. ഒരൊറ്റ കാര്യം, നമ്മൾ ഇവൻ്റെ വീട്ടിൽ അവർക്ക് 5 സെൻറ്റ് ഉണ്ട്. ഞാൻ 4 5 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ഈ 5 സെൻറ്റ് സ്ഥലത്തിനൊക്കെ പറയണത് വസ്തു സംബന്ധമായ കേസാണെന്ന്. വസ്തു സംബന്ധമായ യാതൊരു കാര്യവുമില്ല. നമ്മൾ അവൻ്റെ കേട്ടിട്ടുമില്ല. വഴിയെ പോണ ഈ വണ്ടിയിൽ ഇവിടെ ചവിട്ടി നിറക്കി പ്രശ്നം ഉണ്ടാക്കി അടികളുണ്ടാക്കി ഒരു തട്ട് സുകുമാരൻ നിങ്ങൾ മുമ്പ് വിളിച്ചുകൊണ്ട് വാങ്ങിച്ചു തരാം, അങ്ങനെ പറഞ്ഞു തരും എൻ്റെ കാര്യങ്ങൾ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നത്. അല്ലാതെ നമ്മൾ ആരും അവൻ്റെ ഒന്നും ചെയ്യാനും പോയില്ല, ഒരു കാര്യത്തിനും പോയില്ല. സോമനാശാരിയുടെ മരണകാരണത്തെപ്പറ്റി പരസ്പരം പഴിചാരുന്ന 2 കൂട്ടരെയാണ് ഞങ്ങൾക്കവിടെ കാണാൻ കഴിഞ്ഞത്. ഒന്ന് ഭാര്യയും മറ്റേത് സഹോദരങ്ങളും. കാണാം അവരുടെ വാദഗതികൾ. സാബുവിനെ പോലീസ് പിടിച്ചു. സോമനാശാനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനാണ് പോലീസ് പിടികൂടിയത്. സാബുവിനൊപ്പം സോമന്റെ സഹോദരന്റെ മക്കളും പ്രതികളായി
പോലീസ് കേസെടുത്തു. സോമനാശാരിയെ കൊലപ്പെടുത്താനായി സഹോദരൻ കൂട്ടുനിന്നു എന്നാണ് വരുത്തി തീർത്തത്. അങ്ങനെ സഹോദരങ്ങൾക്കിടയിലെ പടലപ്പിണക്കം ഓരോ ദിവസം കഴിയും തോറും കൂടിക്കൂടി വന്നു. ഒരുപാട് വിഷയങ്ങളുണ്ടായിട്ട് ഇതാണ്ട് എൻ്റെ തലയിൽ നിലവിളക്കെടുത്ത് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. എൻ്റെ ജ്യേഷ്ഠൻ അത് ഈ സ്ത്രീ കാരണം എന്നിട്ട് ഞാൻ കേസ് കൊടുത്തണ്ട. ഈ അടയാളം കണ്ടോ, എൻ്റെ ജ്യേഷ്ഠൻ ചെയ്തതാണ്. പക്ഷെ നമ്മൾ കേസ് കൊടുത്തില്ല. അതിൻ്റെ തുണി രക്തം വരേണ്ട ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കാണിച്ചു തരാം. പഴിചാരലുകളുടെ ദിനങ്ങളായിരുന്നു പിന്നീട്. വാക്കുകൾ പ്രവൃത്തിയിലേക്ക് കടന്നു. സോമന്റെ മകൾക്കെതിരെ വരെ ആരോപണങ്ങൾ സഹോദരങ്ങൾ അഴിച്ചുവിട്ടു. സോമന്റെ ഭാര്യയും ആവുന്നത്ര വിധത്തിൽ പ്രതിരോധിച്ചുകൊണ്ടേയിരുന്നു. മിത്രങ്ങൾ ശത്രുക്കളായതിന്റെ അവസാന ഘട്ടമായിരുന്നു പിന്നീട്. എൻ്റെ അമ്മ എന്ത് പ്രശ്നക്കാരി, അവരുണ്ടാക്കുമ്പോഴത്തെ പ്രശ്നം എൻ്റെ അമ്മ ഉണ്ടാക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എൻ്റെ അച്ഛൻ ഇതുവരെ അങ്ങനെ അവരൊരുപാട് ഉപദ്രവിക്കുന്നുണ്ട്. ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട്. ഇവിടെ കിടന്നു ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരു അവസ്ഥ. ഒരു പെങ്കൊച്ചാണ്, അങ്ങനെയുള്ള ഒരു ദാക്ഷിണ്യമൊന്നുമില്ല. വഴി കൂടെ പോകുമ്പോഴും എപ്പോഴും ഇത് തന്നെ ഒരുമാതിരി. അനിയത്തിയാണ്, അങ്ങനത്തെ ചേട്ടന്മാർക്കായാലും വലിയച്ഛനായാലും അച്ഛമ്മയ്ക്കായാലും എല്ലാവർക്കും. എൻ്റെ അച്ഛൻ മരിച്ചപ്പം പോലും അച്ഛൻ്റെ അമ്മ വീട്ടിൽ വന്നിട്ടില്ല. ഒരമ്മമാരങ്ങനെ ചെയ്യുമോ? രണ്ട് കുടുംബങ്ങൾക്കിടയിൽ ബലിയാടായത് സോമൻ എന്ന മനുഷ്യനാണ്. അയാൾക്ക് ഭാര്യയെയും മകളെയും പോലെ സഹോദരങ്ങളെയും ആവശ്യമായിരുന്നു. അയാൾ അത്രയ്ക്ക് എല്ലാവരെയും സ്നേഹിച്ചു. പക്ഷേ സോമനെ ആരും മനസ്സിലാക്കിയില്ല. അയാളുടെ മനസ്സ് വേദനിക്കുന്നത് ആരും കണ്ടില്ല. ആർക്കും പിടികിട്ടാത്ത കുറെ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ട് അയാൾ യാത്രയായി. അനേകായിരം നക്ഷത്രങ്ങൾക്കിടയിലേക്ക് പുതിയൊരു അതിഥിയായി. പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒരു ചെറിയ വിഷയം മാത്രമാണ് ഇവർക്കിടയിലുള്ളത്. പക്ഷേ അന്യോന്യം കണ്ടാൽ പരസ്പരം കടിച്ചു കയറാൻ ചെല്ലുന്ന ചീറ്റപ്പുലികളായി ഇവർ മാറിക്കഴിഞ്ഞു. ഓരോ ദിനം കഴിയും തോറും ഇതിൻ്റെ കാഠിന്യം കൂടി വരികയാണ്. ഇതിൻ്റെ പരിഹാരം എന്നവണ്ണമായിരിക്കാം സോമനാശാരി മരണത്തെ വരിച്ചതും. ഞങ്ങൾ യാത്രയാവുകയാണ്. ഇനി മറ്റൊരു സംഭവത്തിൻ്റെ പിന്നാമ്പുറങ്ങൾ തേടി മറ്റൊരു നാട്ടിൽ.